രാധേ രാധേ. എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ക്ഷീരഹരണ ലീല എന്ന് പറയുന്നത്? ക്ഷീരഹരണ ലീലയെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും പുണ്യമാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ഗോപികമാരും രാധാറാണിയും കൂടി യമുനാ നദിയിൽ കുളിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എന്തു ചെയ്യുന്നു? അവർ പൂർണ്ണ നഗ്നരായിട്ടാണ് യമുനയിൽ കുളിക്കുന്നത്. വസ്ത്രങ്ങളെല്ലാം എടുത്ത് കരയിൽ വെച്ചിരുന്നു. ആ സമയത്താണ് ഭഗവാൻ വന്ന വസ്ത്രമെടുത്ത് മാറ്റുകയും ആ കൊമ്പിന്റെ അവിടെ ഇരിക്കുന്ന വൃക്ഷത്തിന്റെ കൊമ്പിൽ കയറി ഇരിക്കുകയും ചെയ്തു. ഒടുവില് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ കരയ്ക്ക് കയറിയാലേ ഇത് തരൂ എന്ന് പറഞ്ഞു. രാധാറാണി ഒഴിച്ചുള്ള സകല ഗോപികമാരും കരയ്ക്ക് കയറി. എന്നിട്ടും അവർ രണ്ട് കൈവച്ച് അവരുടെ മാറിടങ്ങൾ മറച്ചു വെച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ കൈകൾ ഉയർത്തി ആവശ്യപ്പെട്ടാലേ തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് കൈകൾ ഉയർത്തുകയും ഭഗവാൻ വസ്ത്രം കൊടുക്കുകയും ചെയ്തു. കാരണം ഭഗവാന്റെ മുന്നിൽ എന്ത് മറയ്ക്കാനാണ്? അവരുടെ ശരീരബോധം ഇല്ലാതാക്കുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും രാധാറാണി അതിന് വിസമ്മതിച്ചു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ കരയിലേക്ക് മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയും രാധാറാണിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, രാധേ, നീ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവളാണ്. പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കുക, നദിയിൽ നഗ്നമായി കുളിക്കുന്നത് നദിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നീ യമുനയില് നഗ്നമായി കുളിച്ചതുകൊണ്ടാണ്, ഗോപികമാരും അത് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വസ്ത്രം എടുത്തത്. പക്ഷേ രാധേ, നീ എൻ്റെ സർവസ്വവുമായതിനാൽ ഞാൻ നിനക്കിത് തിരിച്ചു തരുന്നു. അങ്ങനെ ആ വസ്ത്രം കൊടുക്കുകയും രാധാറാണിക്ക് നദിയിൽ എങ്ങനെ കുളിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്ത ആ സംഭവത്തെയാണ് ക്ഷീരഹരണ ലീല എന്നറിയപ്പെടുന്നത്.